1/1/2018 എന്ന് പറയുന്ന ജനുവരി 1 എന്ന് പറയുന്ന തിങ്കളാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/1/2022 ഡേറ്റ് രണ്ടും സെയിം ആണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്താൽ മതി. ഇത് തിങ്കളാന്ന് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വർഷങ്ങളുടെ വ്യത്യാസം 4. പിന്നെ ഈ ടൈമിൽ ഫെബ്രുവരി 29 വരുന്ന ലീപ്പ് ഇയർ അതിവർഷം വരുന്ന ഏതെങ്കിലും വർഷം ഉണ്ടോ എന്ന് നോക്കുക. 2019 2020 വരും. അപ്പോൾ ഒരു തവണ വരുന്നുള്ളൂ. പിന്നെ 2024 വരുന്നത്. അത് ഈ വരുന്നില്ല. അപ്പോൾ ഒരു തവണ വരുന്നുണ്ട് ഫെബ്രുവരി 29. അന്നേരം 4ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക 5. തന്ന തിങ്കളിൻ്റെ കൂടെ ഈ മെത്തേഡിലാണ് വരുന്നതെങ്കിൽ ഈ 5 കൂട്ടിയാൽ മതി. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓപ്ഷൻ സി ആണ് ഉത്തരം, ശനി. അതായത് തീയതി രണ്ടും ഒരേ തീയതി ആയാൽ 1/1/2018 തിങ്കളാന്ന് തന്നിട്ടുണ്ട്. 1/1/2022 ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 2022 2018 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. ഇവിടെ ഏതെങ്കിലും അതിവർഷം വരുന്നുണ്ടോ? എത്ര അതിവർഷം വരുന്നുണ്ട്? ഇവിടെ 1 വരുന്നുള്ളൂ. 2020 വരുന്നത്. പിന്നെ 2024 അതിവിടെ വരുന്നില്ല. അപ്പോൾ ഒരു അതിവർഷം, ഒരു ഫെബ്രുവരി 29 കൂടും. അതിവർഷത്തിൽ 1 കൂടും. ആ 1 കൂടെ കൂട്ടും. തിങ്കളിൻ്റെ കൂടെ 5 കൂട്ടോ. ഒരേ ഡേറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ശനി വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം.